ഹലോ ഹായ് കൂട്ടരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തനി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിളായ, നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദിജിയുടെ ഫേവറേറ്റ് തമിഴ് റെസിപ്പിയാണ് ഉപ്പുമാ എന്നൊരു ഇൻ്റർവ്യൂവിൽ കേട്ടു. ആ ഇൻ്റർവ്യൂ വീഡിയോയുമായി കമ്പൈൻ ചെയ്ത് ഞാൻ ഉപ്പുമാവിൻ്റെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്സിലൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ മോദിജിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് റവ, 1 കപ്പ് ചിരകിയ തേങ്ങ, കൂടാതെ ഒരു സവാള, 1 ക്യാരറ്റ്, 1 പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൂടുതൽ റിച്ച് ആക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിത് നെയ്യിലാണ് ഉപ്പുമാ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയും ചേർക്കാം. വെളിച്ചെണ്ണയും നെയ്യുമായിട്ട് മിക്സ് ചെയ്തും ചേർക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിൽ 1 സ്പൂൺ കടുകിടുന്നു. കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽ മുളകിടാം, കറിവേപ്പില ഇടാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അത് 1 പച്ചമുളകാണ്, കുറച്ച് വലിയ പച്ചമുളകായിരുന്നല്ലോ. സ്ലൈസ് ചെയ്ത ഉള്ളി, അതായത് സവാള, ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറണം, അത്രയേ വേണ്ടൂ. ഉള്ളി ട്രാൻസ്പെറൻ്റ് ആവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത്. അതുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റും അധികം വേവണ്ട. ക്യാരറ്റ് നമ്മൾ റോ ആയിട്ട് കഴിക്കുന്നൊരു വെജിറ്റബിളാണ്. അപ്പോൾ ഇത് ഉപ്പുമാവിൽ കുറച്ച് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയാണ് ചേർക്കുന്നത്. വറുക്കാത്ത റവയാണ് എടുത്തത്. അപ്പോൾ ഇതിനോടൊപ്പം ഇട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നെയ്യിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കണം അത്. അപ്പോൾ നെയ്യും പച്ചക്കറിയും എല്ലാം കൂടി ഇതിൽ മിക്സായി വരും. അതിനുശേഷം 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. അപ്പോൾ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റാണ്. അധികം മധുരമൊന്നും ഉണ്ടാവില്ല, എങ്കിലും കുറച്ച് സ്വാദ് കൂട്ടുന്ന ഒരു ടിപ്പാണത്. ഇനി ഞാൻ തേങ്ങ ചിരകിയിൽ നിന്ന് 2 സ്പൂൺ തേങ്ങ ഇപ്പോഴേ ചേർക്കുന്നുണ്ട്. കാരണം ആ വെള്ളം ഒഴിക്കുമ്പോൾ, ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ കൂടി ഊറി വന്ന് ആ ഒരു ഫ്ലേവർ കൂടി ഉപ്പുമാവിനുണ്ടാവും. അതിനാണ് ഇപ്പോഴേ 2 സ്പൂൺ ചേർത്തത്. അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, അത് മൂത്ത് വരികയൊന്നും വേണ്ട. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നു. 1 കപ്പ് റവയാണ് എടുത്തത്, അതുകൊണ്ട് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നു. അതിന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോഴേക്കും അത് കുക്കായി വരും. അതിനുശേഷം തുറന്ന് നോക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുഴഞ്ഞൊന്നും പോകില്ല. ഈ കട്ടയെല്ലാം മാറി നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും. അല്പം കൂടി ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ തീയിലിട്ടാൽ മതിയാകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിരക്കി വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങ കൂടി ചേർക്കുന്നു. അപ്പോൾ നമ്മുടെ പച്ച തേങ്ങയുടെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാ, തനി നാടൻ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ റിച്ച്നെസ്സിന് നിങ്ങൾക്ക് എന്ത് വേണോ ചേർക്കാം. കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ എന്ത് വേണോ ചേർത്ത് ഇതിനെ കൂടുതൽ സ്വാദിഷ്ടമാക്കാം. വെജിറ്റബിൾസും കൂടുതൽ ചേർക്കാം. ബീൻസോ അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ കൂടുതൽ റിച്ച് ആൻഡ് ഹെൽത്തി ആക്കാം. ഇത് ഞാൻ നോർമലായിട്ട് ചെയ്യുന്ന രീതി കാണിച്ചതാണ്. ഇതെനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി അതിനോടൊപ്പം കഴിക്കാനായിട്ട് കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കാം. നമുക്കതിന് കോമ്പിനേഷൻ പപ്പടവും പഴവുമാണ്. കറി കൂട്ടി കഴിക്കുന്ന ആ ഒരു ശീലമില്ല. ചില ഫ്രണ്ട്സൊക്കെ
ഉപ്പുമാവ് കറി കൂട്ടി കഴിക്കുന്നതായിട്ട് പറയാറുണ്ട്. അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞങ്ങൾ പപ്പടവും പഴവും അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയും ഉപ്പുമാവ് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ മോദിജിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. ഈ രീതിയിലും ഒരു ദിവസം പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഷുവറായിട്ടും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കും എല്ലാം നല്ല ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടരെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ആൾ. താങ്ക് യു ഫോർ വാച്ചിങ്. Stay blessed. See you.